സുഖല്ലേ? ദൈവമേ ഹായ്. അപ്പോൾ 2 ആഴ്ച ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടൻ ചില കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും വരുന്നു. അതായത് അമ്മ വരുന്നു. ഇന്ന് അമ്മയുടെ ചേച്ചിയും വരുന്നുണ്ട്. പക്ഷെ അവരെ ഷൂട്ട് ചെയ്യില്ല. അവർക്ക് ഇങ്ങനെ പബ്ലിക് സ്പേസിൽ വരാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവരെ ഷൂട്ട് ചെയ്യത്തില്ല. പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ. ഷൂട്ട് ചെയ്യത്തില്ല. അമ്മയെ ഷൂട്ട് ചെയ്യും. അപ്പോൾ രാവിലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോകുന്നത് ഇയോൺ കാറിൽ യൂബർ ഓടിക്കുന്ന അങ്ങനെ പരിചയപ്പെട്ടാൽ ഞങ്ങൾ. അപ്പോൾ അമ്മച്ചിരി കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ആ കാറ് കുഞ്ഞി കാറാണ്. അപ്പം അമ്മയ്ക്കൊരു സൂട്ട് കേസും ഉണ്ട്, ഒരു കാർട്ടൺ ബോക്സും ഉണ്ട്. അപ്പോൾ രണ്ടുകൂടെ കാറിൽ കയറണമെങ്കിൽ ബുദ്ധിമുട്ടാവും. രണ്ടുപേരും ഇരുന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അമ്മച്ചിനെ കൊണ്ടുവന്നില്ല, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ജോളുമിനെ കൂട്ടാൻ നേരത്ത് അമ്മച്ചിരിയും കൊണ്ടുപോകും. അതാണ് അതിൻ്റെ വിഷമമുണ്ട്. നോക്കട്ടെ. സുഖല്ലേ? അച്ഛനെ ഇട്ടിട്ട് വന്നതിന് സങ്കടമാണോ? പെട്ടി ഓ പെട്ടിയല്ലോ. ഞാനൊക്കെ സഹായിക്കണം. സെറ്റ് ഓക്കെ പെർഫെക്റ്റ്. അവിടെ അമ്മയ്ക്കോ മറ്റേ ഇതിരിപ്പുണ്ട്, ഉണ്ട ഇരിപ്പുണ്ട്, വേണം എടുത്ത് കഴിച്ചോ. അവിടെ ഇവിടെ ഉണ്ട ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചു തുടങ്ങിട്ടോ. ആരാന്ന് മനസ്സിലായതൊക്കെ? ആരാ? ആളെപ്പെടുത്താൻ കിട്ടിയില്ലേ? എന്തുവാടി നിനക്ക് ആളെ മനസ്സിലായില്ലേടി? കാണാൻ മനസ്സിലായി. ഇയാളെ കളഞ്ഞിട്ടല്ലേ നീ കിടന്ന് കരഞ്ഞ് പോയി വെള്ളം വെച്ച്. നിനക്കുള്ളതൊന്നും ഇല്ല ഈ പെട്ടിക്കകത്ത്. പിന്നെ തപ്പിയിട്ട് എന്താ കാര്യം? ദൈവമേ പിണങ്ങിയോ? ഇട്ട് പോയിട്ട് പിണങ്ങി പിണക്കുവാ? പോയെന്ന് എന്തൊരു ബഹളായിരുന്നു. വീഡിയോ കണ്ടില്ലായിരുന്നോ? വീഡിയോ കണ്ടില്ലായിരുന്നോ? കുളിക്കട്ടോ. കഴിഞ്ഞോ? നീയുണ്ടോ?
ഇനി ഉണ്ടടി ഇഷ്ടംപോലെ തുണിയുണ്ട്. എന്നാ 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 ആ എന്നാ കിട്ടാഞ്ഞിട്ടാണെങ്കിൽ അതോ എടുത്തോ. എന്നാ വേണ്ടേ? എൻ്റെ സേവ എന്നെ കൊണ്ട് തോറ്റു. ഇതാരീ സിബ് പറഞ്ഞിട്ടെ. അതുകൊണ്ടല്ലേ അവൾ കയറി തപ്പിയത്. അപ്പോൾ അങ്ങനെ എല്ലാം സോർട്ടായി തന്നെ എല്ലാം കഴിഞ്ഞു. അമ്മയുടെ ചേച്ചീനെ കൂട്ടിയിട്ട് വന്നായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എല്ലാം തീർന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പൊതുവേ പെട്ടുപൊട്ടിക്കുന്നതൊന്നും വീഡിയോയിൽ അങ്ങനെ കാണിക്കാറില്ലാത്തതുകൊണ്ട് അതൊരു ശീലമല്ലാത്തത് കൊണ്ട് അത് കാണിച്ചിട്ടില്ല. ആൻഡ് അത് ഇങ്ങനെ കാണുന്നവർക്ക് അത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി അടുത്ത അവളോട് നമുക്ക് കാണിക്കാം. ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇന്ന് കാണിച്ചിട്ടില്ല. പക്ഷെ ഇന്നൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ കാണുന്ന ഈ കമ്പിളിയാണ്. ഇന്നലെ വരെയുള്ള വീഡിയോയിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് തിരിച്ചാൽ നിങ്ങൾക്ക് ഈ കമ്പിളി കാണാൻ പറ്റും. അപ്പം ഇന്ന് എന്താ ഇത് ഈ രജായിയാണ്. ഇത് സ്ഥിരം പുതയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പറ്റുമെങ്കിൽ സ്ഥിരം എൻ്റെ വീഡിയോയുടെ ഈ ഔട്ട്രോ ബാക്ക്ഗ്രൗണ്ടിൽ, ചിലപ്പോൾ ഇൻട്രോ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റും. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ബ്ലാങ്കറ്റ് ആട്ടോ. റിവ്യൂ ഒന്നുമല്ല, എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 8-9 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കമ്പിളിയാണിത്. എല്ലാത്തിലും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ കിടക്കുന്ന റൂം, അത് ഇവിടെ ആയാലും മുമ്പത്തെ വീട്ടിലായിരുന്നാലും ഞാൻ കിടക്കുന്ന റൂമിലാണെങ്കിൽ ഈ കമ്പിളി എപ്പോഴും എൻ്റെ കൂടെ ഒരു സന്നദ്ധ സാഹചര്യമായിട്ട് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.